ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാനും വചനം വായിക്കാനും അത് ഗ്രഹിക്കാനും ഒക്കെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവസരങ്ങളാണ്, സമയങ്ങളാണ്. അതാണ് നമ്മുടെ ജീവിതത്തെ ചൈതന്യവത്താക്കുന്നതും ഉന്മേഷവും അഭിഷേകവും അനുഗ്രഹവും ഒക്കെ നൽകുന്നതും. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറെ ശ്രദ്ധയോടെ മനസ്സിലാക്കുന്ന ഒരു വിഷയം അതിങ്ങനെയാണ്: നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകർത്ത് കളയുന്ന കാര്യങ്ങൾ. നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തികമായ അടിത്തറയും ഭദ്രതയും തകർത്ത് കളയുന്ന ചില കാര്യങ്ങൾ. അത് കുറേ അധികം ഉണ്ടെങ്കിലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കുടുംബത്തിലെ അനൈക്യവും സഹോദരങ്ങൾ തമ്മിലുള്ള ഭിന്നതയും. കുടുംബങ്ങളിലെ അനൈക്യവും സഹോദരങ്ങൾ തമ്മിലുള്ള ഭിന്നതയും നമ്മുടെ കുടുംബങ്ങളുടെ, അത് എത്ര സമ്പന്നതയുള്ള കുടുംബമാകട്ടെ, എത്ര സാധാരണത്വമുള്ള കുടുംബമാകട്ടെ, നമ്മുടെ ഏത് കുടുംബങ്ങളുടെയും സാമ്പത്തിക അടിത്തറയും ഭദ്രതയും നശിപ്പിച്ച് തകർത്ത് കളയുന്നതാണ്. നമുക്ക് വചനത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള ദൈവവചന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് 2 സഹോദരന്മാരെ, കായേൻ, ആബേൽ. പ്രിയപ്പെട്ടവരെ, അത് വചനം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? കായേന് ആബേലിനോട് എന്തെന്നില്ലാത്ത കലിപ്പ് തോന്നി, അരിശം തോന്നി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം, ഇതാ 8-ാം വചനം പറയുന്നത്, ഒരു ദിവസം കായേൻ തൻ്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. അവർ വയലിലായിരിക്കെ കായേൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. കർത്താവ് കായേനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വായ് പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. ഈ വചനം ശ്രദ്ധിക്കണം കേട്ടോ. 12-ാം വചനമാണ്, 4-ാം അധ്യായം 12-ാം വചനം. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വായ് പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇതുപോലെ പിതാവായ ദൈവം കായേനോട് ഇത്ര ശാപം അങ്ങോട്ട് കുത്തി ഒഴുക്കി തലയിലേക്ക് ഇടുന്നത് പോലെ പറയാൻ കാരണം എന്താ? കായേന് സ്വന്തം സഹോദരൻ ആബേലിനോടുള്ള അരിശം, ദേഷ്യം, വൈരാഗ്യം, കുശുമ്പ്, കുനിഷ്ട്, ആബേൽ അംഗീകരിക്കപ്പെട്ടതിലും ആബേൽ അനുഗ്രഹിക്കപ്പെട്ടതിലും ഉള്ള അസൂയ. ഇത് പ്രിയപ്പെട്ടവരെ കായേനെ എവിടെ കൊണ്ടെത്തിച്ചു? ഒന്നാമത്, അവരുടെ കുടുംബത്തിൽ ഭിന്നതയുണ്ടായി, ശത്രുതയുണ്ടായി, കലഹമുണ്ടായി. ഇതാ സഹോദരൻ സഹോദരനെ കൊന്നു. അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ട് കായേൻ്റെ ജീവിതം എങ്ങനെയായി? കായേൻ അലഞ്ഞു തിരിയുന്നവനായി തീർന്നു. വചനം പറയുന്നത് കണ്ടില്ലേ? കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല, സാമ്പത്തികമായി തകർന്ന് തരിപ്പണമാകുമെന്ന്. പിന്നെയും പറഞ്ഞു, നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. നിന്റെ സഹോദരൻ്റെ രക്തം വീണ ഈ ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവം പറയുന്ന കാര്യമാണ്. ഇതാണ് സഹോദരങ്ങൾ തമ്മിലുള്ള ഭിന്നത, കുടുംബത്തിലെ കലഹങ്ങൾ. നമ്മുടെയൊക്കെ ഏതെങ്കിലും വീടുകളിൽ സാമ്പത്തികമായി ഇങ്ങനെ ക്ഷയിച്ച് വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇതാണ്: സഹോദരങ്ങൾ തമ്മിലുള്ള ഭിന്നതയും അനൈക്യങ്ങളും. അതിൻ്റെ പരിണിത ഫലമായിട്ട് സംഭവിക്കുന്ന മറ്റെല്ലാ കാര്യങ്ങളും ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് വരുന്നു. അപ്പോൾ ഇത് തുടങ്ങി വെച്ചത് ഇന്നോ ഇന്നലെയോ മിനിഞ്ഞാന്നൊന്നുമല്ല. നോക്കുക, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യമായിട്ട് ജനിച്ച 2 മക്കളാണ് ആബേലും കായേലും. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മുടെ കുടുംബങ്ങളിൽ എത്രയോ അധികം വലിയ ക്രൂരതകൾ അരങ്ങേറുകയും
അതും നമ്മുടെ സാമ്പത്തികമായ എല്ലാ ഭദ്രതയും തകർത്ത് കളയുകയും ചെയ്യും. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത കാലത്തല്ലേ സമ്പത്തിനെ ചൊല്ലി, സ്വത്തിനെ ചൊല്ലി സഹോദരനെ, ബന്ധുക്കളെ വെടിവെച്ച് കൊല്ലുന്നത്. ഇതുപോലെ എത്രയോ നൂറുകണക്കായ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്താ അതിൻ്റെയൊക്കെ ഫലം? ക്രമേണ ക്ഷയിക്കുന്നു. ക്ഷയിച്ച് ഇല്ലാതായിത്തീരുന്നു. അസ്ഥിപഞ്ജരങ്ങൾ പോലെ നാമാവശേഷമായിത്തീരുന്നു കുടുംബങ്ങൾ. ഇത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായി നമ്മുടെ കുടുംബങ്ങളുടെ അടിത്തറ തകർത്ത് കളയുന്ന ഒന്നാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 13 അധ്യായം 1 മുതൽ 13 വരെയുള്ള ദൈവവചന ഭാഗത്തിൽ അബ്രാഹവും ലോത്തും. ലോത്ത് ആരാ? അബ്രാഹത്തിൻ്റെ സഹോദരൻ്റെ പുത്രനാണ് ലോത്ത്, നെഫ്യൂ. ഈ അബ്രാഹവും ലോത്തും നമ്മുടെ വീടുകളിൽ ഇങ്ങനെ സന്തോഷത്തോടെ സഹോദരന്മാരൊക്കെ ഒരുമിച്ച് ജീവിച്ചു വരുമ്പം, ആദ്യകാലത്താണെങ്കിൽ കൂട്ടുകുടുംബ സമ്പ്രദായം പോലെ, ഇപ്പോഴാണെങ്കിലും 2 or 3 സഹോദരന്മാർ ഒരുമിച്ചൊക്കെ ജീവിക്കുമ്പം സമ്പത്ത് വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ അസ്വസ്ഥതയുണ്ടാകും. സമ്പത്ത് ഒരു പരിധി കൂടുമ്പത്തേനും വല്ലാതെ അസ്വസ്ഥതയുണ്ടാകും. അതുതന്നെ അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചു. വചനം പറയുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 13 അധ്യായത്തിൽ കൃത്യമായ അബ്രാഹാം 1 തൊട്ട് 13 വരെയുള്ള വചനത്തിൽ അബ്രാഹാം ലോത്തിനോട് ഒരു ദിവസം പറഞ്ഞു. ലോത്തിനോട് പറയുകയാണ്. 4 മുതലുള്ള വചനം ഞാൻ വായിക്കാം. ആദ്യമായി ബലിപീഠം പണിതുമായ സ്ഥലം വരെ യാത്ര ചെയ്തു. അവിടെ അബ്രാഹാം കർത്താവിൻ്റെ നാമം വിളിച്ചു. അവൻ്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. ഇന്നത്തെ 6-ാം വചനം. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല, കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ആ ഒന്നിച്ച് പാർക്കുക വയ്യാതായി. ഉൽപ്പത്തി 13 അധ്യായം 6-ാം വചനമാണ്. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല, കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒന്നിച്ച് പാർക്കുക വയ്യാതായി. ഇതുതന്നെയല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ പല വീടുകളിലും ഇന്ന് സംഭവിക്കുന്നത്? സഹോദരങ്ങൾ തമ്മിൽ ഒന്നിച്ച് പാർക്കുക വയ്യാതായി, പറ്റാതായി. കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. നമ്മളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്, ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാമെന്ന്. അവർക്ക് ഒരുമിച്ച് താമസിക്കാൻ വയ്യാതായി, കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഇത് അക്ഷരം പ്രതി അച്ചിട്ട പോലെയല്ലേ ഇന്ന് നമ്മുടെ പല വീടുകളിലും സംഭവിക്കുന്നത്. പണം വർദ്ധിക്കുമ്പോൾ, പല തരത്തിലുള്ള സമ്പത്തുകൾ വർദ്ധിക്കുമ്പോൾ ഐക്യം കൂടുന്നതിന് പകരം അനൈക്യം വളരുന്നു, അകന്നകന്നു പോകുന്നു സഹോദരങ്ങൾ തമ്മിൽ. സമ്പത്തിനെ പ്രതി എന്തുമാത്രം തല്ലും ബഹളവും ഭിന്നതയും അനൈക്യവും അവസാനം കൊടും ക്രൂരതകളുമാണ് നൂറുകണക്കായ വീടുകളിൽ സംഭവിക്കുന്നത്. എന്താ അപ്പം അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്നോ? ഇവിടെ അബ്രാഹത്തെ പോലെ ദൈവനിവേശിതമായ ജ്ഞാനവും വിവേകവുമുള്ള വ്യക്തികൾ ഇല്ലാതാകുന്നു നമ്മുടെ വീടുകളിൽ. അബ്രാഹം ദൈവനിവേശിതനായ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവത്തിൽ പറയുന്നത് പോലെ ജീവിച്ചുകൊണ്ട് ആത്മാവ് പ്രേരിപ്പിച്ചു കൊടുത്തു അബ്രാഹത്തോട്, ഇതേ ലോത്തിനോട് പറയണം. എന്നിട്ട് അബ്രാഹം ചെന്ന് പറഞ്ഞു, നമുക്ക് പിരിയാം, ഇല്ലെങ്കിൽ നമ്മൾ തല്ലുണ്ടാക്കും, അതുകൊണ്ട് നമുക്ക് പിരിയാം. അബ്രാഹം ലോത്തിനോട് പറഞ്ഞു, 8-ാം വചനം. നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹം ഉണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതല്ലേ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ വേണ്ടത്? എന്ത് സംഭവിച്ചാലും നമ്മുടെ വീടുകളിൽ സഹോദരന്മാർ തമ്മിൽ കലഹമുണ്ടാകരുത്, തല്ലുണ്ടാകരുത്. അബ്രാഹം പറഞ്ഞു, കാരണം നമ്മൾ സഹോദരന്മാരാണ്. പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് എന്നതാ? സമ്പത്ത് കഴിഞ്ഞേ സഹോദരനുള്ളൂ, സമ്പത്ത് കഴിഞ്ഞേ സഹോദരിയുള്ളൂ, സമ്പത്ത് പണം കഴിഞ്ഞേ രക്തബന്ധമുള്ളൂ. ഇവിടെ ഒരു അബ്രാഹം ഉണ്ടായിരുന്നു, കർത്താവിൻ്റെ ശക്തിയിൽ കർത്താവിൽ മാത്രം ആശ്രയിച്ചും ജീവിക്കുന്ന അബ്രാഹം. ലോത്ത് അങ്ങനെയൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് അബ്രാഹം പറഞ്ഞു, നമ്മൾ തമ്മിൽ കലഹം ഉണ്ടാകരുത്, കാരണം
നമ്മൾ സഹോദരന്മാരാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ വീടുകളിൽ മാതൃകയായി സ്വീകരിക്കേണ്ടത്. കലഹം ഉണ്ടാകാതിരിക്കാൻ, ഭിന്നത ഉണ്ടാകാതിരിക്കാൻ, ഐക്യത്തിൽ ജീവിക്കാൻ. എന്നിട്ട് അബ്രാഹാം ലോത്തിനോട് പറഞ്ഞു, ഇതാ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് 9-ാം വചനം പറയാം, ഈ ദേശമെല്ലാം നമ്മുടേതാണ്, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ, ഇഷ്ടമുള്ളത്ര ഏത് വേണമെങ്കിലും എടുത്തോ. വചനം പറയുന്നത് എങ്ങനെയാണ്? ഇതാ ദേശമെല്ലാം നിന്റെ കൺമുൻപിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം, വലതുഭാഗമാണ് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം. ജോർദാൻ അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. അല്ലാതെ ജ്യേഷ്ഠൻ അബ്രാഹാം എല്ലാ സമ്പത്തും എടുത്തു വെച്ച് ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചതിന് ശേഷം ലോത്തിനോട്, ഇതാ നിനക്കൊരു കൈക്കുമ്പിളിൽ കൊള്ളാവുന്ന പണം ഇതാ, ഇതും എടുത്തോണ്ട് നീ ഇഷ്ടമുള്ള എടുത്തോട്ട് പൊക്കോ, ഇനി എനിക്ക് നിന്നെക്കുറിച്ച് കാണുകയും വേണ്ട അറിയുകയും വേണ്ട. അങ്ങനെയല്ല അബ്രാഹാം ചെയ്തത്. ഈ കാണുന്നതെല്ലാം കാണുന്നുണ്ടല്ലോ, ദേശം മുഴുവൻ ഇഷ്ടമുള്ളത് എടുത്തു, വല്ലതും ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് തന്നാൽ മതി, ഞാൻ എടുത്തോളാം. ലോത്ത് പ്രിയപ്പെട്ടവരെ അബ്രാഹത്തിൻ്റെ സഹോദരപുത്രൻ നെഫ്യൂ ആണ്. പക്ഷേ അബ്രാഹത്തിൻ്റെ ഒരു ഗുണഗണങ്ങളും ഉണ്ടായിരുന്നില്ല. ആ ലോത്തിൻ്റെ കണ്ണ് മുഴുവനും സ്വത്തില് സമ്പത്തിലായിരുന്നു, മറ്റൊന്നിലുമല്ലായിരുന്നു. അബ്രാഹത്തിൻ്റെ കണ്ണ് ദൈവത്തിലായിരുന്നെങ്കിൽ ലോത്തിൻ്റെ കണ്ണ് സമ്പത്തിലായിരുന്നു. അതാണ് സംഭവിച്ചത്. ഇനി ആ അടുത്ത വചനം 10-ാം വചനം പറയുന്നത് എങ്ങനെയാണ്? ലോത്ത് ഇതൊക്കെ നോക്കിയപ്പോൾ ഇതാ കണ്ടു, ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു. കർത്താവ് സോദോമും ഗൊമോറയും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നത്. ലോത്ത് ജോർദാൻ സമതലം തെരഞ്ഞെടുത്തു. അതായത് കണ്ണായ സ്ഥലം മുഴുവൻ ലോത്തെടുത്തു. വെള്ളമുള്ളത്, ഇഷ്ടം പോലെ മൃഗങ്ങൾക്ക് തിന്നാൻ പുല്ലുള്ള സ്ഥലം, മേച്ച് സ്ഥലങ്ങൾ, പിന്നെ ഫലപുഷ്ടിയുള്ളത്, എന്ത് നട്ടാലും കിളിർത്ത് ഫലം നൽകുന്നത്, കണ്ണായ സ്ഥലം മുഴുവൻ ലോത്തെടുത്തു. അവസാനം ബാക്കി വെച്ചത് അബ്രാഹത്തിന് ജ്യേഷ്ഠനായി ബാക്കി വെച്ചത് തന്നെയാണോ? മരുഭൂമി. ഒന്നും കിളിർക്കാത്ത വെള്ളമില്ലാത്ത മരുഭൂമി ലോത്ത് അബ്രാഹത്തിനായി നീക്കിവെച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു ജ്യേഷ്ഠൻ ആത്മാർത്ഥതയുടെ പുറത്ത് സഹോദരനോട് പറയുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോളം പറയുമ്പം എന്നതാ ചെയ്യുന്നത്? ലോത്ത് ചെയ്തത് ഇതാ. അതായത് സമ്പത്തിൽ മാത്രം കണ്ണും കരളും മനസ്സും ശരീരവും ഇങ്ങനെ മുഴുകി വെച്ചപ്പോൾ അതല്ലാതെ ലോത്തിന് വേറെ വിധത്തിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. എല്ലാം നല്ല ഭാഗം മുഴുവൻ എടുത്തു. പക്ഷേ പ്രിയപ്പെട്ടവരെ, അബ്രാഹാം അതിൽ ഒട്ടും ക്ഷുഭിതനായില്ല, വിഷമമുണ്ടായില്ല, നിരാശപ്പെട്ടില്ല. കാരണം അബ്രാഹത്തിൻ്റെ കണ്ണ് ദൈവത്തിലായിരുന്നു, അബ്രാഹത്തിൻ്റെ കണ്ണ് സമ്പത്തിലല്ലായിരുന്നു. ഇത്രയൊക്കെ ആയിട്ട് സംഭവിച്ചത് എന്താണെന്ന് അടുത്ത വചനഭാഗം പറയുന്നുണ്ടല്ലോ. ഇങ്ങനെ കുറച്ച് നാൾ ജീവിച്ചപ്പം ആ സോദോം ഗൊമോറ ആ ദേശമാണ് പിന്നീട് ദൈവം അഗ്നിയും ഗന്ധവും ഇറക്കി നശിപ്പിച്ചത്, ഈ ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലം. അവിടെ ഇതാ കുറേ ശത്രുക്കൾ വന്ന്, പല നാട്ടുരാജാക്കന്മാരും അവരുടെ കിങ്കരന്മാരും ഒക്കെ വന്ന് സോദോം ഗൊമോറ പട്ടണങ്ങൾ മുഴുവൻ കൊള്ളയടിച്ചു. വചനം പറയുന്നത് ഇങ്ങനെയാണ്. ആ 13-ാം അധ്യായത്തിൽ 9 തൊട്ടുള്ള വചനത്തിൽ മുഴുവനും വായിക്കുന്നില്ലെങ്കിലും 11, 12 വചനം പറയുന്നത് എങ്ങനെയാണ്? ശേഷിച്ചവർ മലയിലേക്ക് ഓടിപ്പോയി, സോദോമിലെയും ഗൊമോറയിലെയും സർവ്വസമ്പത്തും ഭക്ഷണ സാധനങ്ങളും കവർന്നുകൊണ്ട് ശത്രുക്കൾ സ്ഥലം വിട്ടു. സോദോമിൽ പാർത്തിരുന്ന അബ്രാഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവൻ്റെ സ്വത്തുക്കളോടൊപ്പം അവർ പിടിച്ചുകൊണ്ടുപോയി. ഇതാണ് പ്രിയപ്പെട്ടവരെ അസൂയയും ഗ്രീഡ്, കിട്ടണം എനിക്ക് വേണം എന്നുള്ള ആർത്തിമൂത്ത് എന്തൊക്കെ ഇങ്ങനെ വലിച്ചു വാരി വെക്കുന്നോ അതൊക്കെ ശത്രുക്കൾ വന്നെടുത്തുകൊണ്ട് പോയി. മാത്രമല്ല ലോത്തിനെയും ലോത്തിൻ്റെ സമ്പത്തും എല്ലാം കൊള്ളയടിച്ച് ലോത്തിൻ്റെ ഭാര്യയെ, മക്കളെ, ബന്ധുക്കളെ സകലതും ശത്രുക്കൾ കൊണ്ടുപോയി. ഇതാണ് അർഹതപ്പെടാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ സഹോദരനെ, ബന്ധുക്കളെ പറ്റിച്ചും വെട്ടിച്ചും ഒക്കെ കൂടെ എടുത്തു കൂട്ടി വെച്ചാലുണ്ടല്ലോ, എല്ലാം നോക്കി നിൽക്കുമ്പം കണ്ണിൽ നിന്നും മറയും.
ഇങ്ങനെ കൈക്കുമ്പിളിൽ കോരിയെടുക്കുന്ന വെള്ളം പോലെയാണ്. വിരലുകൾക്കിടയിലൂടെ അങ്ങ് ഊർന്നു പോകുന്ന പോലെ, ഒഴുകിപ്പോകുന്ന പോലെ ഒക്കെ ഒഴുകിപ്പോകും. സഹോദരങ്ങളെ പറ്റിച്ചും വെട്ടിച്ചും ഒക്കെ എടുത്താൽ ലോത്തിന് അതാണ് സംഭവിച്ചത്. എന്നാലും പ്രിയപ്പെട്ടവരെ, സംഭവിച്ചു നോക്കണം. ഇങ്ങനെ മരുഭൂമി മാത്രം തിരഞ്ഞെടുക്കുക, കല്ലും മുള്ളും നിറഞ്ഞ മരുഭൂമിയിലേക്ക് മാത്രം തിരഞ്ഞെടുത്ത് പോകാൻ വിധിക്കപ്പെട്ട അബ്രാഹം, ഈ മനുഷ്യൻ തന്നെ വേണ്ടി വന്നു വീണ്ടും ലോത്തിനെ രക്ഷിക്കാനായിട്ട്. ആ വചനം ഉൽപ്പത്തി പുസ്തകത്തിൽ എത്ര മനോഹരമായിട്ടാണ് 14 അധ്യായം 15, 16 വചനങ്ങളിൽ പറയുന്നത് ഇപ്രകാരമാണ്. അങ്ങനെ അങ്ങോട്ട് പിടിച്ചുകൊണ്ടുപോയി കഴിഞ്ഞിട്ട് വീണ്ടും ഈ അബ്രാഹമാണ് അവിടെ ചെന്ന് ഇവരെയൊക്കെ 15, 16 വചനത്തിൽ പറയുന്നത് എങ്ങനെയാണ്? അബ്രാഹം രാത്രി അവൻ തൻ്റെ ആളുകളെ പല ഗണങ്ങളായി തിരിച്ച് ശത്രുക്കളെ ആക്രമിച്ച് തോൽപ്പിച്ച് ദമാസ്കസിന് വടക്കുള്ള ഹോബ വരെ ഓടിച്ചു. അവൻ സമ്പത്തൊക്കെയും വീണ്ടെടുത്തു. ചാർച്ചക്കാരനായ ലോത്തിനെയും അവൻ്റെ വസ്തുവകകളെയും സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു. ഉൽപ്പത്തി 14 അധ്യായം 14, 15, 16 വചനങ്ങൾ നോക്കണം. ഇതുപോലെ ലോത്തിനാൽ കബളിപ്പിക്കപ്പെട്ട അബ്രാഹമാണ് വീണ്ടും ലോത്തിനെ രക്ഷിക്കാൻ എത്തുന്നത്. പ്രിയപ്പെട്ടവരെ, സമ്പത്തിനെ പ്രതി, കുറേ പണത്തിനെ പ്രതി കുടുംബങ്ങളിൽ ഭിന്നതയുണ്ടാകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കുടുംബം ക്ഷയിച്ചു പോകും. കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്തതുപോലെ ഇല്ലായ്മയുടെ പടുകുഴിയിലേക്ക് വീണുന്നു. ദാരിദ്ര്യം നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ എന്തുമാത്രം കുടുംബങ്ങളാണ് ഇതിന് നേർസാക്ഷ്യങ്ങളായിട്ടുള്ളത്. എത്രയോ അധികം കുടുംബങ്ങളാണ് ഇതുപോലെ ക്ഷയിച്ച് പോകുന്നത്. കാരണം ഒന്നേ ഉള്ളൂ, സഹോദരങ്ങൾ തമ്മിൽ, കുടുംബാംഗങ്ങൾ തമ്മിൽ ഭിന്നതയും അനൈക്യവും കൊടികുത്തി വാഴുന്നു. എല്ലാ തരത്തിലും കൊടികുത്തി വാഴുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ ക്ഷയിച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇങ്ങനെയൊക്കെ അബ്രാഹം പോയിട്ടുണ്ടല്ലോ. അബ്രാഹം ഇങ്ങനെയൊക്കെയാണ് തകർന്നു പോയി എന്ന് കരുതിയാലും ദൈവം അബ്രാഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ വചനം എത്ര മനോഹരമായിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നതെന്നോ. അബ്രാഹത്തെ ദൈവം അനുഗ്രഹിക്കുന്ന മനോഹരമായ ദൈവവചന ഭാഗം അത് നമ്മൾ കാണുന്നത് ഇങ്ങനെ. മെൽക്കിസദേക്ക് എന്ന മഹാപുരോഹിതൻ അബ്രാഹത്തിനെ അനുഗ്രഹിച്ചുകൊണ്ട് അങ്ങോട്ട് ആ വചനഭാഗം നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമ്മളാകെ വല്ലാതെ ആവേശഭരിതരായി പോകും. അത് വചനം എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം 17 മുതലുള്ള വചനത്തിൽ അതിലെ 19 വചനം മെൽക്കിസദേക്ക് എന്ന മഹാപുരോഹിതൻ അബ്രാഹത്തിനോട് പറഞ്ഞ് അനുഗ്രഹിക്കുന്ന. അവൻ അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിന്നിലുണ്ടാകട്ടെ. ഇത് പോരെ പ്രിയപ്പെട്ടവരെ? എന്തിനാ സമ്പത്ത്? എന്തിനാ പണം? എന്തിനാ തല്ലുകൂടുന്നത്? എന്തിനാ വടംവലി ഉണ്ടാക്കുന്നത് കുറച്ച് പണത്തിന് വേണ്ടിയിട്ട്? ഇവിടെ വചനം പറയുന്നത്, അവൻ അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിൻ്റെ മേലുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പേരിൽ പിന്നീട് സംഭവിച്ച എന്താണെന്ന് നമുക്കറിയാം. ഏറ്റവും ഫലഭൂയിഷ്ടമായ സൊദോം ഗൊമോറ തകർന്ന് തരിപ്പണമായി ഒരു പുല്ല് കിളിർക്കാത്ത സ്ഥലമായി തീർന്നു. എന്നാൽ മരുഭൂമിയായി കിടന്നിരുന്ന സ്ഥലം അബ്രാഹം ചെന്ന് പാർക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടു. എന്തു വെച്ചാലും വളരും. ഇഷ്ടം പോലെ പുല്ല് കിളിർത്തു. ഇഷ്ടം പോലെ മേച്ചിൽപ്പുറങ്ങളായി. കണ്ടമാനം സമ്പത്ത് വർദ്ധിച്ചു അബ്രാഹത്തിന്. കാരണം എന്താ? അബ്രാഹത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാതെ അബ്രാഹത്തിൻ്റെ കൂടെ ചാക്ക് കണക്കിന് സ്വർണം, വെള്ളി, പണം അല്ല ഉണ്ടായിരുന്നത്. അബ്രാഹത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് മെൽക്കിസദേക്ക് അനുഗ്രഹിച്ചത്. അവൻ അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിന്നിലുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളോട് പറഞ്ഞു തരുന്നത് നമ്മുടെ കുടുംബങ്ങൾ സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാകണമെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ
ഐക്യമുണ്ടാകണം. മാതാപിതാക്കളും മക്കളും തമ്മിൽ ഐക്യത്തിൽ ജീവിച്ചാലേ ഇതുപോലെ വളർച്ച ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിലോ ലോത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. എന്താണോ ലോത്തിന് സംഭവിച്ചത് അത് അക്ഷരം പ്രതി അത് സംഭവിക്കുന്ന ആയിരക്കണക്കായ കുടുംബങ്ങൾ നമ്മുടെയൊക്കെ കൺമുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പിന്നെ ഇതിൻ്റെ വചനഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്നോ, കർത്താവ് ഇങ്ങനെ നമ്മളെ അനുഗ്രഹിക്കുമ്പം ആ കർത്താവിന് നന്ദി പറയാൻ മറന്നു പോകരുത്. കർത്താവിന് നന്ദി പറയാനായിട്ട് മറന്നു പോകരുത്. എന്തേ അത് ഇത്ര ശക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്? സമ്പത്ത് തന്നവനെയാണ് എന്നും ആരാധിക്കേണ്ടത്, നമുക്ക് കിട്ടിയ സമ്പത്തിനെ അല്ല ആരാധിക്കേണ്ടത്. തന്നവനെ മറന്ന് കിട്ടിയതിനെ ആരാധിക്കുമ്പം പ്രിയപ്പെട്ടവരെ നമ്മൾ ക്ഷയിച്ചു പോകും. അബ്രാഹം എന്നാൽ ഒരിക്കലും മറന്നിരുന്നില്ല. അതുകൊണ്ടാണ് അബ്രാഹം എവിടെയൊക്കെ ചെല്ലുന്നോ ആദ്യം അബ്രാഹം ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഒരു മണ്ണിൽ ആദ്യമായി കാലുകുത്തുമ്പോൾ അവിടെ ചെന്ന് ഒരു ബലിപീഠം പണിയും, ദൈവത്തിന് ബലിയർപ്പിക്കും. എന്നിട്ട് കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹത്തിനും കർത്താവിന് നന്ദി പറയും. നോക്കുക, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 9-ാം വചനത്തിൽ നമ്മൾ കാണുന്നു, അബ്രാഹം അവിടെ ബലിപീഠം പണിത് ബലിയർപ്പിച്ചു. വീണ്ടും ഉൽപ്പത്തി 13-ാം അധ്യായം 4-ാം വചനം പറയുന്നു, അന്ന് ബലിപീഠം പണിത് ആ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹം ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. വീണ്ടും ഉൽപ്പത്തി 13-ാം അധ്യായം 18-ാം വചനം പറയുന്നു, അബ്രാഹം അവിടെ ബലിപീഠം പണിത് ദൈവത്തിന് ബലിയർപ്പിച്ചു. അതിൻ്റെ അർത്ഥം എന്നതാ? ദൈവം നൽകുന്ന എല്ലാ അനുഗ്രഹത്തിനും സദാസമയവും നന്ദി പറയണമെന്ന്. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, അത് ഭൗതികമായ അനുഗ്രഹങ്ങൾ, സമ്പത്ത്, സൗകര്യങ്ങൾ, സ്ഥാനമാനങ്ങൾ എല്ലാം, അതിനെ ഓർത്ത് ദൈവത്തിന് എന്നും നന്ദി പറയുന്നവരാകണം, നന്ദിയുള്ളവരാകണം നമ്മൾ ഓരോരുത്തരും. അബ്രാഹം അതാണ് ചെയ്തത്. അല്ലാതെ കണ്ടമാനം സമ്പത്തുണ്ടായപ്പോൾ അബ്രാഹം തൻ്റെ കണ്ണും കാതും കരളും ആ സമ്പത്തിലേക്ക് ഒരിക്കലും വെച്ചു കൊടുത്തില്ല. നേരെ മറിച്ച് അബ്രാഹത്തിൻ്റെ ഹൃദയം എപ്പോഴും ദൈവത്തിലായിരുന്നു. അതുകൊണ്ടാണ് എപ്പോൾ എവിടെ ചെന്നാലും അബ്രാഹം ബലിപീഠം പണിത് ബലിയർപ്പിച്ച് ദൈവത്തിനെ മഹത്വപ്പെടുത്തി ദൈവത്തിന് നന്ദി പറഞ്ഞു. അതുകൊണ്ട് സംഭവിച്ച ഗുണം എന്നതാ? ജീവിതകാലം മുഴുവൻ അബ്രാഹത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ ഈ അനുഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്കിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ കുടുംബങ്ങളിലെ സാമ്പത്തികമായ ഐശ്വര്യം, ഭദ്രത, കൈമോശം വരാതിരിക്കാൻ മക്കളും മാതാപിതാക്കളും തമ്മിൽ, സഹോദരീ സഹോദരങ്ങൾ തമ്മിൽ ഐക്യത്തിൽ ജീവിക്കാൻ ശ്രദ്ധിക്കണം. ഭിന്നത നമ്മളെ തളർത്തിക്കളയും. ഐക്യത്തിൽ ജീവിച്ച് സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ളവരായി തീരാൻ ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.